നമ്മൾ സാധാരണക്കാർ പണിയെടുത്തുണ്ടാക്കുന്ന ഓരോ രൂപയ്ക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് വ്യക്തമായിട്ടുള്ള കണക്ക് കാണിച്ചു കൊടുക്കണം. അത് എവിടെ ചെലവാക്കി, എവിടെ സേവ് ചെയ്തു, എന്തിന് ഡൊണേഷൻ കൊടുത്തു എന്ന് വരെ. പക്ഷേ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് ഓഫ് PM കെയേഴ്സ് ഫണ്ട് ആൻഡ് സീ ഹൗ ഇറ്റ് ആക്ച്വലി അൺഫോൾഡ്സ്. PM കെയേഴ്സ് ഫണ്ട് കോവിഡ് സമയത്ത് നമ്മളിൽ പലരും പല ആവർത്തി കേട്ട പേര്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും സ്വകാര്യ കമ്പനികളിൽ നിന്നും CSR ഫണ്ടുകൾ ഉൾപ്പെടെ വ്യക്തികളുടെയും സംഘടനകളുടെയും സ്വമേധയാ നൽകുന്ന സംഭാവനകളാണ് ഇതിലേക്ക് എത്തുന്നത്. 2020 മാർച്ച് 27 ഈ PM കെയേഴ്സ് ഫണ്ട് രജിസ്റ്റർ ചെയ്യുന്നത്. മാർച്ച് 31 ആയപ്പോഴേക്കും, അതായത് വെറും 4 ദിവസത്തിനുള്ളിൽ ഇതിലേക്ക് വന്ന സംഭാവന എത്രയാണെന്നോ? 3075 കോടിയിലധികം രൂപ. അതിനുശേഷം 2020-21 സാമ്പത്തിക വർഷത്തിൽ ഇതിലേക്ക് വന്നത് 7200 കോടിയോളം രൂപ. ഇതെങ്ങനെയാണ് ചിലവാക്കിയത്? 1300 കോടി രൂപ വെന്റിലേറ്ററുകൾക്ക് വേണ്ടിയും 1400 കോടി രൂപ കോവിഡ് വാക്സിൻ വാങ്ങാൻ ഉപയോഗിച്ചു. തുടർന്ന് ഫൈനാൻഷ്യൽ ഇയർ 2021-22 വന്ന സംഭാവന 1900 കോടിയോളം രൂപ. ഇതിൽ 835 കോടി രൂപ വെന്റിലേറ്ററുകൾക്കും 1700 കോടി രൂപ ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിക്കാനും ചെലവാക്കി. ബാക്കിയോ? ഇനി ഫൈനാൻഷ്യൽ ഇയർ 2022-23 കിട്ടിയത് 909 കോടിയോളം രൂപ. ഇതിൽ 92 കോടി രൂപ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾക്കും 346 കോടി രൂപ PM കെയേഴ്സ് ഫോർ ചിൽഡ്രൻ സ്കീമിനും വേണ്ടി ചെലവാക്കി. ഇതെല്ലാം കഴിഞ്ഞ് 2023 മാർച്ച് 31 അക്കൗണ്ടിൽ ബാക്കിയുള്ളത് എത്രയാണെന്നോ? ഏകദേശം 6300 കോടി രൂപ ബാങ്ക് അക്കൗണ്ടിൽ ചിലവാകാതെ കിടക്കുന്നുണ്ട്. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു പബ്ലിക് ഡിസ്ക്ലോഷറും ഇല്ല, ഒരു കണക്കും ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല. ഗവൺമെന്റ് പറയുന്നത് പക്ഷേ ഇതൊരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെന്നാണ് കേട്ടോ. എന്നാൽ ഇതിന്റെ ട്രസ്റ്റീഡ് എടുത്ത് നോക്കിയാലോ, അതിലും രസകരമായ കാര്യം കാണാം. ഈ ട്രസ്റ്റ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതോ സർക്കാർ നിയന്ത്രിക്കുന്നതോ ധനസഹായം നൽകുന്നതോ ആയ ഒന്നല്ല എന്നുള്ളത് അതിൽ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൈവറ്റ് എൻറ്റിറ്റി ആയി മാറുകയാണ്. അതുവഴി വിവരാവകാശ നിയമത്തിന്റെ സ്ക്രൂട്ടിനിയിൽ നിന്നും ഇത് പൂർണ്ണമായിട്ടും പുറത്താവുകയാണ്. പക്ഷേ ബോർഡ് ഓഫ് ട്രസ്റ്റികൾ എന്ന് നോക്കി നോക്കൂ. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി, ധനകാര്യമന്ത്രി, അധികാരത്തിന്റെ ഏറ്റവും ഉയർന്ന കസേരകളിൽ ഇരിക്കുന്നവർ തന്നെ ഭരിക്കുന്ന ഒരു ട്രസ്റ്റ്. മാത്രമല്ല, ദേശീയ ചിഹ്നവും ഔദ്യോഗിക ഡൊമൈൻ ആയിട്ടുള്ള GOV.in ഉപയോഗിക്കുന്നുണ്ട്. അവിടെയും തീർന്നില്ല. രാജ്യത്തിന്റെ പാർലമെന്റിൽ ജനപ്രതിനിധികൾ ഇതിന്റെ കണക്കുകളെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ PMO ലോക്സഭാ സെക്രട്ടേറിയറ്റിന് നൽകിയ ഒഫീഷ്യൽ റിപ്ലൈ എന്താണെന്ന് അറിയാമോ? PM കെയേഴ്സ് ഫണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പാർലമെന്ററി ചട്ടപ്രകാരം അനുവദനീയമല്ല. ആലോചിച്ച് നോക്കൂ. വിവരങ്ങൾ അറിയാൻ ഒരു സാധാരണ പൗരന് RTI ഉപയോഗിക്കാൻ കഴിയില്ല. നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട MPമാർക്ക് പാർലമെന്റിൽ ചോദ്യം ചോദിക്കാനും അനുവാദമില്ല. അപ്പൊ ജനാധിപത്യത്തിൽ ആർക്കാണ് ഇവിടെ ഉത്തരവാദിത്തമുള്ളത്? പറയൂ, എനിക്ക് ഈ ലോജിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ടാക്സ് പേയേഴ്സ് അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന, ചെലവാക്കുന്ന, സേവ് ചെയ്യുന്ന, എന്തിന് ഡൊണേറ്റ് ചെയ്യുന്ന ഓരോ രൂപയ്ക്കും കൃത്യമായിട്ടുള്ള കണക്ക് ബോധ്യപ്പെടുത്തണം. എന്നാൽ രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ആളുകൾ നടത്തുന്ന ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിലെ ആയിരക്കണക്കിന് കോടി രൂപയുടെ വിവരങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതില്ല. The irony is that accountability is mandatory only for citizens but optional for those in power. പൊതുജനങ്ങളുടെ പണം 10,000 കോടിയുടെ സ്കെയിലിൽ മറിയുമ്പോൾ ആ പണം എവിടെ പോയി എന്നറിയാനുള്ള അവകാശം ഈ രാജ്യത്തെ ജനങ്ങൾക്കില്ലേ? വാട്ട് ഡു യു തിങ്ക്?